അളിയന് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോ ഹായ് ഓൾ, അങ്ങനെ വീണ്ടും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മൾ മീൻ പിടിക്കാൻ വന്നത് അനിയൻ്റെ കൂടെ തന്നെയാണ്, കുഞ്ഞുവിൻ്റെ കൂടെ. ഓനിവിടെ സൈറ്റൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കരിമീനെ കിട്ടുമെന്നാണെന്ന് പറഞ്ഞത്. മൊത്തം എന്തായാലും നോക്കാം അതിനെ കിട്ടും അല്ലേ. അവനവിടുന്ന് സൈറ്റ് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വീശുവല ഉണ്ട്, പിന്നെ ചൂണ്ടലും ഉണ്ട്. അങ്ങനെ ഇവിടെ ഫുള്ള് കരിമീനും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞത്. നോക്കാം എന്തായാലും എന്തിനെ കിട്ടും എന്നുള്ളത്. ആക്കി വല വീശി തുടങ്ങുന്നതിന് ശേഷം ബാക്കി കാണാം. അങ്ങനെ വലയായിട്ടും വേട്ടയ്ക്ക് ഇറങ്ങിക്കുന്നത്. ഒരു ചെറിയ മീൻ വന്ന് തിരിഞ്ഞ് കളിക്കണ്ടല്ലോടാ. ആ കുറേ മീനിൻ്റെ എല്ലാം എറിഞ്ഞു നോക്ക് എന്താ സ്ഥിതി? ആ അവിടെ ഉണ്ട്. അതിലുണ്ട് സാധനം ഉണ്ടല്ലേ? എവിടെ പിടിക്കാമോ? ആ ഉണ്ടല്ലേ? ഏതാ സാധനമായി? ഏതാ സാധനം? നമ്മൾ എന്നാ പിടിച്ച മീനാണേ? അതുണ്ടോ അല്ലേ? ബക്കറ്റ് എടുത്ത് അവൻ്റെ അടുത്ത് നേരെ പോയി മീൻ നമുക്കില്ല, ബക്കറ്റിലാക്കാം. അപ്പോൾ പറയണ്ട തിണ്ട. ഇത് ഇത് മെയിലല്ലത്, ഫീമെയിലാ. ഇത് വേറെ മീനാണല്ലോ. സെയിം എന്നാ? വെള്ളം നിറച്ചിട്ടാണോ? രണ്ടെണ്ണത്തിന് കിട്ടിക്കുന്നതിന് ബാക്കി വേട്ട നമ്മൾ വീണ്ടും പോകാൻ പോവാണ്. മൊത്തത്തിൽ കുടുങ്ങിയാടെ, മൊത്തത്തിൽ കുടുങ്ങി. അതുപോലെ ടോട്ടലായിട്ട് കല്ലുമ്മ കുടുങ്ങി. അത് ഊരിയെടുക്കാൻ ഇനി മീൻ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. നമ്പർ 18 വിരാട് കോഹ്ലി നമ്പറല്ലേ? കല്ലടാട്ട് കല്ല് എനിക്ക് കല്ല് കുടുങ്ങിയതുകൊണ്ട് വല കുടുങ്ങി. ഒരു മീനാണല്ലേ? ഇവിടെ നിന്ന് കളിച്ചാണ് മീനായിരുന്നോ? അങ്ങോട്ട് കയറണ്ട എനിക്ക്. നീ കല്ല് നല്ല പുഴക്കല്ലേ? പക്ഷെ ആ വെള്ളം കയറുന്ന ടൈം ഇതിലെങ്ങനെ വരണേ? വേറെ സൈഡ് മാറ്റി പിടിക്കണോ? സൈഡ് മാറ്റി പിടിക്കാനാ പറഞ്ഞേ? കല്ല് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങണം. നമ്മൾ കരിമീൻ്റെ സ്പോട്ടിലേക്കല്ല ഇനി പോണേ? ഏടെ വണ്ടി എടുത്ത് വേറെ പോണോ? അത് ശരി. അപ്പോൾ കരിമീൻ്റെ സ്പോട്ട് ഇതല്ല. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് പിടിച്ചാൽ മതിയായിരുന്നു. ആണ് മുറിഞ്ഞൊന്ന് വീകണ്ടേ, വീഡിയോയിൽ കയറും. അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രക്ഷിച്ച കൊക്കാണ്. കറങ്ങി തിരിഞ്ഞതോ കാട്ടിൽ. ഇവിടുന്നറിയാ? ഇനി മരങ്ങൾക്കിടയിൽ നിന്നാണോ എൻ്റെ കയറി?
ഏറൊക്കെ പൊളി അയക്കുന്നത് സാധനം ഉണ്ടോ? സാധനം ഉണ്ടോ? ഉണ്ടോ? അയ്യോ വലിയൊരു കല്ലുണ്ടല്ലോ. ഉണ്ടോ? ഏടെ ഫസ്റ്റ് ഇതാണ് എൻ്റെ ഉന്നം. അങ്ങനെ മൂന്നാമത്തെ എറിൽ നമുക്ക് കിട്ടിയ മീനാണിത്. ഞാൻ നേരത്തെ ഈറ്റ നടന്നതിൽ കാണിച്ചപ്പോൾ മാറ്റാ പറഞ്ഞതിന് മൊത്തം നമുക്ക് മൂന്നാമത്തെ എറിൽ കിട്ടിയ മൊത്തം മീനിൻ്റെ എണ്ണം 4 2 3 വലുതും ഒരു ചെറുതും. കഴിഞ്ഞ പ്രാവശ്യം കരിമീൻ കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കണേ. ഈ അമ്പലത്തിൻ്റെ പേരെന്താ? അവിടെ ഒരു അമ്പലമൊക്കെ അല്ലേ? തൊട്ടിൽപ്പാറ, മുട്ടിൽപ്പാറ. ഫുൾ വള്ളിയാണ്. വല ആടുന്ന് റെഡിയാക്കണ്ടേ. ഈ മരം കടന്ന് നമ്മളിങ്ങനെ വന്നതാണ്. ഈ സൈഡൊക്കെ വെള്ളം വറ്റിപ്പോയി. ഈ അടുത്ത മഴയാകുമ്പോൾ കാണാൻ ഇവിടെ ഇങ്ങനെ വെള്ളം കുതിച്ചു പോയിരുന്നു. പക്ഷെ അന്നപ്പം കൂടി വരാൻ പറ്റൂല. ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കരിമീനെ പിടിച്ച് അപ്പുറത്ത് പോലെ അപ്പുറത്ത് തന്നെ അറിയാം. ഇതാണ് അമ്പലം. കാണാണ് അമ്പലത്തിന് അവിടെ നിന്ന് സ്റ്റേജൊക്കെ ഇട്ട് സെറ്റാക്കിച്ച് പരിപാടി ഉണ്ടായോ? മീനേടാ? പാറിൻ്റെ മുകളിൽ നിന്ന് വേണം കരിമീനെ പിടിക്കാൻ. അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത്. പുറകെ ഞാനും. എറിഞ്ഞ് പിടി. അയ്യവ ഒരു 5-6 കരിമീൻ കൊടുങ്ങട്ടെ. ഇല്ലല്ലോ, ഇല്ല. അങ്ങനെ 4ാമത്തെ എറി കാലി അടിച്ചിരിക്കുന്നു. വിഷ് നമ്പർ 5. 3 കിട്ടി, 4ാമത്തെ കിട്ടിയില്ല. ഇനി 5ാമത്തെ. എന്താ ഇനി എറിഞ്ഞോക്കെ ചിലപ്പം കിട്ടിയാലോ. അഞ്ചാമത്തെ വല വീശി. നമ്പർ 5. ഹലോ, 5ാമത്തേലും ഇല്ല. അങ്ങനെ 5ാമത്തെ ഏറും കാലി അടിച്ച് വലിച്ചു കയറ്റി. ഇല്ലേ, ശേ 5ാമത്തതും കാലി. പനയോ? നല്ല ഡിസൈൻ അല്ലേ? പന അതിൻ്റെ ഉള്ളിൽ കൂടെ വരെ ഇറങ്ങിപ്പോയാലേ. ഒരു പനേൻ്റെ ചുറ്റും കയറിപ്പോയതാലേ വള്ളി. ഒരു പനേൻ്റെ ചുറ്റും വള്ളി വീണ് വള്ളി ചുറ്റി കയറിപ്പോയി അവസാനം പന എടുക്കാൻ മറിഞ്ഞ് വീണത്. പൊത്ത്. ഇതാണ് ആ പനേൻ്റെ ഉള്ള്. അതിൻ്റെ അപ്പുറം ഇതാണ് ആ വള്ളിമരം. അവിടെ ഉണ്ടെങ്കിൽ കയറി നോക്ക്. ആ മരത്തിൻ്റെ മുകളിൽ ഫുൾ വവ്വാലല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വവ്വാലുണ്ടായി അവിടെ. ആ മരത്തിൻ്റെ മുകളിൽ ഫുൾ വവ്വാലാണ്. ഒരു 10-25-50 എണ്ണമൊക്കെ ഉണ്ടാവും. അതിന് നേരെ മുട്ടുന്ന മീൻ പിടിക്കാൻ കൂടി. ഞായറാഴ്ച ഇവിടെ നിന്നാണ് നമ്മൾ കൊക്കിൻ്റെ രക്ഷിച്ചത്. ഈ സ്ഥലത്ത് വീടിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കുക. അവനവിടെ പോയി എറിഞ്ഞു വരട്ടെ.
അങ്ങനെ 6ാമത്തെ ഏറിൽ മീനുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്, പോയി നോക്കട്ടെ. അതിലൊരു ലോഡ് ചപ്പും ചണ്ടിയാണല്ലേ കാണാൻ. ഇടുവിൽ ഉണ്ണി കൃഷ്ണൻ ഇനി പിടിച്ചില്ല 6ാം തേറിൽ. 3 ഏറ് കിട്ടി, 2 ഏറ് മിസ്സായി. 6ാം തേറിൽ ഇതതിൻ്റെ മെയിനല്ലത്. എടാ പുറത്തെത്തിയില്ലല്ലോ. പുറത്തെത്തിയിരിക്കുന്നില്ല അവൻ. 6ാം തേറിൽ നമുക്ക് കിട്ടി. സെയിം മീൻ തന്നെ അല്ലല്ലോ, എല്ലാ മീനും സെയിം തന്നെയല്ലേ. 6ാം തേർ സക്സസ്. അങ്ങനെ 8ാമത്തെ വീശലിൽ ഒരു ഇരുമീനെയും പിടിച്ച്. രണ്ടേ എടത് ഇതാ കിടക്കുന്ന സാധനം. അത് പൊന്തിക്കണ്ട, എന്നാലും എടുക്കാട്ടോ. പൊന്തിച്ചോ. ഈ ഒരു ലോഡ് കല്ലും അതിൻ്റെ ഇടയിലൊരു മീനും. വെള്ളത്തിൽ ജീവിക്കത്? ആ വെള്ളത്തിൽ ജീവിക്കുമോ? എന്താ വെള്ളത്തിൽ നിന്ന് പുറത്തെത്തുമ്പോൾ എത്തണേ? ഇവിടെ ഉണ്ടേ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട്. 9ാമത്തെ ഇനി അറിയാൻ പോണേ. 9ാമത്തെ ഏർ അറിയാൻ വേണ്ടിയിട്ട്. ഏടാ ചെറുതേടാ. ചെറിയ മീനെ കിട്ടി, പക്ഷെ ഞങ്ങൾ ഇതിനെ ഉപേക്ഷിക്കുകയാണ്. ഇനി ഞങ്ങളെ വലയ ഒന്ന് കയറിയത്. ബാക്കിയുള്ളവരോട് പോയി പറഞ്ഞേക്കെ ചെറിയ വലോടൊക്കെ. അതിൽ കരിമീനുണ്ടോ? വീശൽ 9. വാ, അത് പൊളിച്ച് കൊണ്ടുപോയി കൊണ്ടേനാ. അളിയന് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏലക്കാട് ഫോട്ടോ പറഞ്ഞു. മീനല്ല തുള്ളി കളിക്കുന്നത്. കൈമ കൊള്ളത് മുള്ളുള്ളൂ. മുടിപ്പുറത്തേക്കാ ആടെ മീൻ മുടി ആട്ടോ. എന്താ ചെറിയ മീനോ? 2ാമത്തോണാക്കില്ല. ഇവനെ ഞാൻ എടുക്കാം. ഇതിനെ ഞാൻ എടുത്തു. ഇന്ന് ഏതായാലും മുതലേ ഇത് കഴിക്കുള്ളൂല്ലോ. അത് കഴിക്കുള്ളൂ. കൊണ്ടാണ് നിങ്ങൾ ഓടിച്ചൂടെ? ഒന്ന് പടക്കാതടാ. 11ാമത്തെ ഏറ്. 11ാമത്തെ ഏറ് നോക്കട്ടെ എന്താ ഉണ്ടോന്ന്. ഏറൊക്കെ പൊടിയേറാ. നമ്മൾ ഇതുവരെ എവിടെ ഒന്നും അറിഞ്ഞില്ലല്ലോ. കുടുങ്ങിയോ? ഇഷ്ടം നല്ല ആയണ്ടോ? അവിടെ ആയണ്ടോ? അടി പറഞ്ഞോ? അടി പറഞ്ഞോ? വല കുടുങ്ങിയത് വല കുടുങ്ങി കുരുക്കയച്ചെടുക്കാൻ പോകുന്ന ഫിഷർ കുഞ്ഞു. നീ എങ്ങനെ കഴിച്ചെടുക്കുന്നേ? വെള്ളത്തിൽ മുങ്ങണ്ടേ? മൊത്തം കുടുങ്ങി. എന്നാ മുങ്ങിക്കോ.
ഒരു നരം കളി ഇല്ലാണ്ട് രസമല്ല. ഓഹോ ഞാൻ ബീജം ഇട്ടിട്ടുണ്ട്, ബീജം ഇട്ടുണ്ട് ഇനി. ഞാനൊരു നരൻ. ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ വലയെടുത്ത് വരുന്നുണ്ട്. സക്സസ്. അതിലൊന്നുണ്ടോ? 11ാമത്തെ ഏറാട്ടോ, 11ാമത്തെ ഏറാണേ. അടിപൊളി. ഉരുളങ്കല്ലും പെറുക്കി വന്നേക്കുന്നത്. അടിവാതിലും തുറന്ന് വന്നേക്കുന്ന കട്ടവാവലിന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫിഷിങ് അവസാനിച്ചിരിക്കുന്നു. മീനപ്പം കാണിച്ചു തരാം. അങ്ങനെ ഫിഷർ വെക്കലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കെട്ടിയ നിലത്തട്ട കരിമീൻ പഠിച്ചല്ലേ. അതിൻ്റെ അവസാന സമയം കിട്ടിയുള്ള കരിമീന ഒരു ഏറിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇത്രത്തോളം ഉണ്ട് കേസ്. ബൈ. നോക്കി നിൽക്കലുണ്ടാവും. നമ്മൾ പറഞ്ഞപ്പോൾ പോയി നോമ്പെടുക്കാൻ അളിയാ നോമ്പ് വെച്ചിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് വാട്സപ്പിൽ വീഡിയോ എടുത്ത്